ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇത് ഗ്രില്ല് ചെയ്യേണ്ടതൊന്നുമല്ല, ശരിക്കും ഓയിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു 300 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. കുറച്ച് ലെമൺ ജ്യൂസും ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും സാൾട്ടും കൂടി ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഫസ്റ്റിൽ. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് ഇതിനകത്ത് അതും ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, മസാലകൾ ഞാൻ കുറച്ച് പെപ്പർകോൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പെരിഞ്ജീരകം ഫെനൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് ഡ്രൈ ഫെനുഗ്രീക്ക് ലീഫ്. ഓക്കെ, പിന്നെ 3 കാർഡമം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒരു 2.5 ടീസ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ഇത് ബ്ലാക്ക് കാർഡമം എടുത്ത് വെച്ചു, കുറച്ച് മേസ് ഫ്ലവർ ഉണ്ട്, ബേ ലീഫ്, ഇത് കാരം സീഡ്, ആഡനസ് ഉണ്ട്, കുറച്ച് സിനമൺ ആൻഡ് ക്ലോവ്സ്. ഇത് കുറച്ച് ഹോൾ സ്പൈസസ് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല എന്തോ നിങ്ങളെ. ഇത് ഹോൾ സ്പൈസ് അതുകൂടെ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഡ്രൈ ആയിട്ടുള്ള സ്പൈസസ് എടുത്ത് വെച്ച് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് ചെറുതായിട്ട് വറുത്ത് പൊടിക്കണം. പിന്നെ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചതച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അതിനകത്ത് കുറച്ച് കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ ആൻഡ് ചില്ലി പൗഡർ ഇടുന്നുണ്ട്. ഓക്കെ, ഇതാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ 3 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ കുറച്ച് 1 ടീസ്പൂൺ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മസാലകൾ വേണ്ടത്. പിന്നെ കുറച്ച് ഓണിയനും കറി ലീഫും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ലാസ്റ്റ് ഇതൊക്കെ വറുത്തിട്ട് കുറച്ച് ഓയിൽ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് കുറച്ച് കറി ലീഫും ഈ ഓണിയനോടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് അതോടെ ഇതിൻ്റെ പുറത്തൊന്ന് നമുക്ക് ചുമ്മാ അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഈ ചിക്കനും കഴിക്കുമ്പോൾ കറി ലീഫും കുറച്ച് ഓണിയനും കിട്ടുമ്പോൾ ഒരു രസമാണ്. പിന്നെ ഇത് വറുക്കാനുള്ള ഓയിലും വേണം. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് കുറച്ച് ലെമണും സാൾട്ടും ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് എത്രത്തോളം ആവശ്യമുള്ളതുപോലെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. മതിയായിരിക്കും. സീഡൊക്കെ നമുക്ക് മാറ്റാം. ഓക്കെ, കുറച്ച് സാൾട്ടും ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ല കുറച്ചൊരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ. ഓക്കെ, അതോടെ ഇട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് മാരിനേഷൻ. ഓക്കെ, ഇപ്പം ഈ മസാലകളൊക്കെ വറുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ഈ മസാലകളൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പൊടിയാൻ വേണ്ടിയിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. ആ ഓൾ സ്പൈസസ് കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഇത് വറുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഓഫ് ചെയ്യാൻ പോകുന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ വറുത്ത മസാല എല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തു. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫെനുഗ്രീക്ക് ലീഫില്ല, അതുകൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, നമുക്കിതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം ബാക്കിയുള്ള പൊടികളില്ലേ, കൊറിയാണ്ടർ പൗഡറും ടർമറിക് അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതോടൊന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക്ക് ഇതിനകത്തിട്ടിട്ട് പേസ്റ്റ് ആക്കാം. ഓക്കെ, കൊറിയാണ്ടറും എല്ലാം ചില്ലി പൗഡറൊക്കെ അടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക്ക് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അതുകൂടെ ഒന്ന് അടിച്ചെടുക്കാൻ പോവാം. ഇതിപ്പം ഞാനതെല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്യാൻ പാടൊന്നുമില്ല. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഓക്കെ, ചിക്കനകത്ത് കുറച്ച് ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് ഞാൻ ഈ മസാലയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്കിതിങ്ങനെ ചിക്കനകത്തോട്ട് പെരട്ടണമെങ്കിൽ ഒരു പേസ്റ്റ് പോലെ ഇരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊരു പേസ്റ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിത് ചിക്കനകത്തോട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിത് ചിക്കനകത്ത് ഇതെല്ലാം നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചേക്കും, അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, നമ്മൾ ആവശ്യത്തിനുള്ള ഓയിലും പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കറി ലീഫും ഉണിയനൊക്കെ എടുത്ത് വെച്ചിട്ട് നാളത്തേക്ക്. ഓക്കെ, അപ്പം നമുക്കിതെടുത്ത് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, എന്നിട്ട്
ഓവർനൈറ്റ് അതവിടെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് നാളെ എടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കവർ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ ഇന്നലെ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചു, ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം എടുത്തിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ട് ഞാൻ ഇതൊന്ന് പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ പാനൊക്കെ വെച്ചു, ചൂടാക്കാൻ വെച്ചൊക്കെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇപ്പം ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ശരിക്കും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മീഡിയത്തിലോ അല്ലെങ്കിൽ കുറച്ച് ലോ ഫ്ലെയിം വെച്ചാൽ ചിക്കനൊന്നും വേവണമല്ലോ, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ മൊത്തത്തിൽ ഇടുകയാണ്. എപ്പോഴും നമ്മൾ പീസ് ഇടുമ്പം വലുതായിട്ടുള്ള പീസിനും ചെറുതായിട്ടുള്ള പീസിനാണ് ചിക്കൻ കുറച്ചെടുത്ത് നോക്കിയിട്ട് ഓയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കുറച്ച് എനിക്ക് ബോണുള്ള ചിക്കനുണ്ട്, പിന്നെ കുറച്ച് ബോൺലെസ് ഉണ്ട്. അപ്പോൾ ബോണുകളെല്ലാം ഞാൻ ആദ്യം എടുത്തിട്ടപ്പോൾ ഇതിനുള്ള ഒരേപോലത്തെ വേവായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് ശരിയായിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിടാം. ബോണുള്ളത് കൊണ്ട് കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ കാച്ചി വെച്ചേക്കുക. ഓക്കെ, ഇതൊരു സൈഡാകുമ്പോൾ മറ്റേ സൈഡ് തിരിച്ച് നമുക്ക് എടുക്കാം. ഒരു 7 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, തിരിച്ചിടുക. ഓക്കെ, നമുക്കറിയാമല്ലോ, നമ്മൾക്ക് വെക്കുമ്പോൾ അറിയാത്ത മീൻസൊക്കെ വേണമെന്നുള്ളത്. അപ്പം ഒരു 7 മിനിറ്റ്സ് ആയിട്ട് ഞാൻ തിരിച്ചിടുക. ഇപ്പോൾ ഈ സൈഡിലൂടെ ഒരു 7 മിനിറ്റ്സ് കിടക്കട്ടെ. ഓക്കെ, നിങ്ങൾ വെക്കുമ്പോൾ നോക്കുക എത്രത്തോളം. ഇപ്പോൾ ബോണിൻ്റെയും കുറച്ച് നേരം കൂടി ടൈം എടുക്കുമായിരിക്കും ഒന്ന് വെന്ത് വരാനൊക്കെ. ഓക്കെ, ബോൺലെസ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇതിനകത്ത് കുറച്ച് ബോണിലുണ്ടെങ്കിൽ ഞാനൊരു 7 മിനിറ്റ്സ് ഒരു സൈഡിട്ട്, പിന്നെ ഒരു 7 മിനിറ്റ്സ് ഇപ്പം 14, പിന്നെ ഒരു 6 മിനിറ്റ്സ് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നോക്കാം. ഓക്കെ, ഇതിപ്പം മറ്റേ സൈഡും ഇട്ട് കൊടുത്തതും ആയിട്ടുണ്ട്. ഓക്കെ, ഈ സൈഡ് ഒരു 7 മിനിറ്റ്സ് വെച്ചു. ഇത് ആയിട്ടുണ്ട്. നമുക്ക് അഥവാ ഇങ്ങനെ ഒന്നുകൂടെ ഇപ്പോൾ ഈ സൈഡൊക്കെ ആയിട്ടില്ലെന്ന് തോന്നുന്നത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6 മിനിറ്റ്സ് കൂടെ അത് ആവശ്യമെന്ന് വിചാരിച്ചു. ഓക്കെ, ലോ ഫ്ലെയിമിൽ വെക്കുക. ഓക്കെ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 6 മിനിറ്റ്സ് കൂടെ അടിയിരിക്കും. നമുക്ക് ബോണിലുണ്ടാകും വെക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 6 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുമ്പോൾ നമുക്കൊരു 2 കറി ലീഫ് കൂടെ നട്ടിട്ട് വറുത്തിട്ട് നമുക്കിങ്ങനെ കോരിയെടുക്കാം. കുറച്ച് കറി ലീഫ് കൂടി ഇട്ടിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കോരാം. കറി ലീഫ് കൂടെ നമുക്ക് ആഡ് ചെയ്തായിരുന്നു. അത് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം. ഇത് ആദ്യം ഇട്ടത് വറുത്ത് കോരിയിട്ടുണ്ട്. ബോൺലെസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇട്ട് കൊടുക്കാം. ഞാൻ തൊട്ട് അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഒരു ഈ സൈഡ് ആയെന്ന് തോന്നുന്നു, മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാം. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുകൂടെ മറ്റേ സൈഡിലൂടെ ആയിക്കഴിഞ്ഞ് നമുക്ക് വറുത്ത് കോരി കുറച്ച് കറി ലീഫിലിട്ട് വറുത്തിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഇത് ഞാനിപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഒരു 7 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോക്കുക, നന്നായിട്ട് വെന്ത് വരുന്നതെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കോരി എടുക്കാം. ഓക്കെ, ഇത് വെന്തിട്ട് നമുക്ക് കുറച്ച് കറി ലീഫിലിട്ടിട്ട് ഇങ്ങനെ കോരി മാറ്റാം. ആ ഇതിൽ എന്ത് മണമാണെന്ന് ഇതുമ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ മസാല നമുക്ക് വരുന്നു മണം. നല്ല നല്ലൊരു മണമാണ് വരുന്നത്. ഇപ്പം
ശരിക്കും ഇത് വെളിച്ചെണ്ണയിൽ നിങ്ങൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഈ സൈഡിൽ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു രണ്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, കറിയിലേക്ക് കൊടുത്ത് നല്ലൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കോരാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ കറിയിലേക്കും ഈ കോക്കനട്ട് ഓയിലും മസാലയൊക്കെ നമുക്ക് നല്ലൊരു മണം പിന്നെ ഇപ്പം നമുക്ക് ഇത് കോരി എടുക്കാം. കുറച്ച് ഓണിയനും കറി ലീഫും എടുത്ത് വെച്ചിട്ടില്ല. അത് നമുക്ക് ഈ ഓണിയൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണയിലോട്ട് ഈ ഓണിയനും ഈ കറി ലീഫും ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഓണിയൻ ആ മസാലയ്ക്കകത്തൊട്ടൊന്നിട്ട് വാട്ടിയെടുക്കാം നമുക്ക്. ഓക്കെ, എടുത്ത് വെച്ചിരിക്കുന്ന കറി ലീഫ് കൂടെ കുറച്ചിനകത്തിട്ട് അതിലൊന്ന് ചെറുതായിട്ടായാൽ മതി. അപ്പോൾ ഇതിനെ കരപ്പുണ്ട്, അതുകൊണ്ട് ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടെ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. ഓക്കെ, ഒത്തിരി വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇടുക. ഒന്നും ഇടുകയൊന്നും കണ്ട ചെറിയ പച്ചപോലെ തന്നെ ഇരിക്കുന്നത്. കറി ലീഫും അരപ്പോലും കൂടെ ആകുമ്പോൾ ഒരു ടേസ്റ്റ് വരും. ആയിട്ട് ഒരു സ്ലൈഡിങ് പൊസിഷൻ വെച്ച് നമുക്കിതിങ്ങനെ എണ്ണ പോയി കിട്ടും. എന്നിട്ട് നമുക്കതെടുത്ത് ഇവിടെ വെക്കാം, ഡെക്കറേറ്റ് ചെയ്യുന്നത് വെക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓണിയനും കറി ലീഫും ഇങ്ങനെ സൈഡിലൊക്കെ ഇട്ടൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഓണിയൻ ഇടുക. ഈ ഒണിയനും എന്താ പറയുക കറി ലീഫൊക്കെ ഇട്ട് നമ്മൾ ലാസ്റ്റ് വറുത്തതൊക്കെ സൈഡിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മണം വരുന്നുണ്ട് ശരിക്കും. ഞാനൊരു ബോൺലെസ് പീസ് എടുത്തിരിക്കുന്നത്. റിയലി യമ്മി ടേസ്റ്റ്. ഒക്കെ അടിപൊളി. ആ വറുത്ത കറി ലീഫൊക്കെ ആയിട്ട് ശരിക്കും വറുത്ത് കിടക്കുന്ന കറി ലീഫൊക്കെ അതിൻ്റെ വേഗത്തിൽ നമുക്ക് ചൂ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ആ ലെമൺ ജ്യൂസിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് കേട്ടോ. ആ ലെമൺ ജ്യൂസിലല്ലേ നമ്മൾ ഈ മസാലയൊക്കെ ഇങ്ങനെ പേസ്റ്റ് ആക്കിയതൊക്കെ. അപ്പോൾ അതൊക്കെ ലെമൺ ജ്യൂസിൻ്റെയും സാൾട്ടും ഒക്കെ ഇടുമ്പോൾ ആവശ്യത്തിനുള്ള സാൾട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു മസാലക്കൂട്ട് പറഞ്ഞ പോലെയൊക്കെ എടുത്ത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ.